വിക്രം അനിലിന്റെ മൃതദേഹത്തിന് അരികിൽ നിന്നു. അനിലിന്റെ നെഞ്ചിൽ കുത്തിവെച്ച ജാക്ക് ഓഫ് സ്പേഡ്സ് ചീട്ട് അയാളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. വർക്കിയുടെ ഡയറിയിലെ പേരുകൾ വിക്രമിന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. വർക്കി എഴുത്തുകാരൻ, കിങ് ഓഫ് ഹാർട്ട്സ്; മേരി ചിത്രകാരി, ക്യൂൻ ഓഫ് ഹാർട്ട്സ്; അനിൽ ഡോക്ടർ, ജാക്ക് ഓഫ് സ്പേഡ്സ്. അടുത്തത് ആരായിരിക്കും? അപ്പോഴാണ് സുനിൽ വിളിച്ചത്. സുനിൽ പറഞ്ഞു, സാർ, തോമസ് റിട്ടയർഡ് ജഡ്ജിയുടെ മകനാണ്, ഇപ്പോൾ പ്രശസ്തനായ അഭിഭാഷകനാണ്. രാഘവൻ ഒരു റിസോർട്ട് ശൃംഖലയുടെ ഉടമയാണ്. വിക്രം അത്ഭുതത്തോടെ ചിന്തിച്ചു. തോമസ് അഭിഭാഷകൻ, നിയമം. ജാക്ക് ഓഫ് സ്പേഡ്സ്, നീതിയുടെ ചിഹ്നം. അപ്പോൾ മേരിയുടെ ചീട്ട് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആയിരുന്നു. ചിത്രകാരി, ഹൃദയത്തെ ആകർഷിക്കുന്ന കല. അപ്പോൾ തോമസിന്റെ ചീട്ട് എന്തായിരിക്കും? ഒരുപക്ഷേ കിങ് ഓഫ് ഡയമണ്ട്സ് ആകുമോ? നിയമം എന്നത് നീതിയുടെ ആഭരണമാണ്. അപ്പോഴാണ് വിക്രമിന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തത്. അത് അതേ കമ്പ്യൂട്ടർ ശബ്ദമായിരുന്നു. മിസ്റ്റർ വിക്രം, നിങ്ങൾ അടുത്ത സൂചന കണ്ടെത്തിയില്ലേ? നീതിയെ തുലച്ചവൻ, അവൻ എന്റെ അടുത്ത കളിക്കാരനാണ്. നിങ്ങൾ അയാളെ കണ്ടെത്തുമോ? അതോ കളിയുടെ അടുത്ത ഘട്ടം എന്റെ കൈകളിലായിരിക്കുമോ? ഫോൺ കട്ടായി. വിക്രം ഉടൻ തന്നെ തോമസിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. തോമസ് പ്രശസ്തനായ അഭിഭാഷകനാണ്. നഗരത്തിലെ ഒരു വലിയ കെട്ടിടത്തിലെ 20 നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ്. വിക്രം ലിഫ്റ്റിൽ കയറി 20 നിലയിലെത്തി. ഓഫീസിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. വിക്രം അകത്തേക്ക് കയറി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഓഫീസിന്റെ ചുമരുകളിൽ നിയമത്തെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. വിക്രം പതിയെ നടന്നു. ഒരു കസേരയിൽ തോമസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നെഞ്ചിൽ ഒരു കറുത്ത തുണിയുടെ ചീട്ട് കുത്തിവെച്ചിരുന്നു, കിങ് ഓഫ് ഡയമണ്ട്സ്. തോമസ് മരിച്ചു കഴിഞ്ഞിരുന്നു. തോമസിന്റെ മേശപ്പുറത്ത് ഒരു പുതിയ കുറിപ്പ്. കളിയിൽ അടുത്തത് ഒരു വാതിലാണ്. ആ വാതിൽ തുറക്കാൻ നീതിക്ക് മാത്രമേ കഴിയൂ. ആ താക്കോൽ നിനക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. വിക്രമിന് മനസ്സിലായി, കൊലയാളി ഓരോരുത്തരുടെയും ജോലിയുമായി ബന്ധമുള്ള ചീട്ടുകളാണ് ഉപയോഗിക്കുന്നത്. വർക്കിയുടെ ഡയറിയിൽ കണ്ട താക്കോൽ, അത് തോമസിന്റെ ഓഫീസിലുള്ള ഒരു രഹസ്യ അറയുടെ താക്കോലായിരിക്കുമോ? വിക്രം എല്ലാ സ്ഥലത്തും പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. അവസാനത്തെ ഇര ആരായിരിക്കും? വിക്രം ഈ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തു കൊണ്ടുവരും? വിക്രം ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. സുനിൽ, ഞാൻ തോമസിന്റെ ഓഫീസിലുണ്ട്. അയാൾ മരിച്ചു.